1887 സ്ഥാപിതമായ കോട്ടയം വികാരിയത്തിൻ്റെ പ്രഥമ വികാരി അപ്പസ്തോലിക്ക് ആയിരുന്ന ബിഷപ്പ് ചാൾസ് ലെവീഞ്ഞ് വികാരിയത്തിൻ്റെ ചെലവിലേക്ക് എല്ലാ പള്ളികളും തങ്ങളുടെ വാർഷിക വരുമാനത്തിൻ്റെ 1/4 നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഈ തുക നൽകാൻ പള്ളിക്കാർ സന്നദ്ധരായിരുന്നു. പക്ഷേ അവരൊരു ആവശ്യം വെച്ചു. മെത്രാൻ്റെ പത്രമേനിക്ക് എന്ന പേരിൽ രസീത് നൽകണമെന്നും ഇത് ഒരു കമ്മിറ്റി സൂക്ഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. അന്നത്തെ വികാരി ജനറലായിരുന്ന നിധിയിരിക്കൽ മാണിക്കത്തിനാർക്കും ഇതേ അഭിപ്രായം തന്നെ ആയിരുന്നു. പക്ഷേ ലെവീഞ്ഞ് മെത്രാൻ അതിന് സമ്മതിച്ചില്ല. എന്താണ് പത്രമേനി? പാത്രിമോണിയ എന്ന പോർച്ചുഗീസ് പദത്തിൽ നിന്നാണ് മലയാളത്തിലെ പത്രമേനി എന്ന വാക്ക് രൂപപ്പെട്ടത്. പിതൃസ്വത്ത് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പ് വൈദികാർത്ഥിക്ക് പിതാവിൻ്റെ സ്വത്തിൽ നിന്നും ലഭിക്കേണ്ട വിഹിതം കൃത്യമായി തീരെഴുതി കൊടുക്കണം എന്നൊരു നിശ്ചയം 19-ാം നൂറ്റാണ്ട് മുതൽ കൂടുതൽ കർശനമാക്കി. പത്രമേനിയിൽ നിന്നുള്ള ആദായവും പള്ളിയിൽ നിന്നുള്ള വിഹിതവും ചേർത്ത് വികാരിക്കും ദേശത്ത് പട്ടക്കാർക്കും മാന്യമായി ജീവിക്കാൻ അവസരം ഒരുക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഇവിടെ ലെവീഞ്ഞ് മെത്രാൻ ആവശ്യപ്പെട്ട 1/4 വരുമാനം നൽകുവാനായിട്ട് പള്ളിക്കാർ തയ്യാറായി. പക്ഷേ മെത്രാൻ്റെ പത്രമേനിക്ക് എന്ന പേരിൽ റെസിപ്റ്റ് എഴുതണം എന്നായിരുന്നു ആവശ്യം. പക്ഷേ ലെവീഞ്ഞ് മെത്രാൻ അതിന് സമ്മതിച്ചില്ല. വിദേശ മിഷണറിമാരും മെത്രാന്മാരും മേൽക്കോയ്മ മനോഭാവത്തോടുകൂടി സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചിരുന്നതിനാൽ തങ്ങളുടെ സഭയുടെ സാമ്പത്തിക കാര്യങ്ങളിൽ അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകാനായിട്ട് നസ്രാണികൾ തയ്യാറായില്ല. ലെവീഞ്ഞ് മെത്രാൻ ഉടനെ ശിക്ഷണ നടപടികൾ എടുത്തു. ഇതിൽ ജനങ്ങൾ പ്രതിഷേധിക്കാൻ തുടങ്ങി. പള്ളി മതിലിനകത്ത് പ്രതിഷേധ യോഗം കൂടുന്നത് തിരുക്കർമ്മ നിരോധന ശിക്ഷയിന്മേൽ മെത്രാൻ വിലക്കി. 1892 മെയ് മാസം 4-ാം തീയതി കുറവലങ്ങാട് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ഒരു പ്രതിഷേധ യോഗം നടന്നു. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചത് പള്ളിവീട്ടിൽ ചാണ്ടി മെത്രാൻ്റെ ഒരു ചിത്രമായിരുന്നു. ഈ യോഗത്തിൽ വെച്ച് മെത്രാനച്ചൻ ആവശ്യപ്പെട്ട പത്രമേനി നൽകേണ്ട എന്ന് യോഗം തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. സ്വജാതി മെത്രാന്മാർക്കായി ദാഹിച്ചിരുന്ന സുറിയാനിക്കാർ ലെവീഞ്ഞിനെ ലഭിച്ചതുകൊണ്ട് തൃപ്തരായിരുന്നില്ല. എന്ന് മാത്രമല്ല, ലെവീഞ്ഞ് മെത്രാൻ ഒരു ഈശോസഭക്കാരൻ ആയിരുന്നു. ഈശോസഭക്കാരോട് പൊതുവെയുള്ള അതൃപ്തി മൂലം സംശയദൃഷ്ടിയ ആണ് ലെവീഞ്ഞ് മെത്രാനെ സുറിയാനിക്കാർ വീക്ഷിച്ചിരുന്നത്. കൂടാതെ തന്നെ ഭരണരംഗത്തുണ്ടായ ചില പരാജയങ്ങൾ അദ്ദേഹത്തെ അസ്വീകാര്യനാക്കി. പ്രത്യേകിച്ച് പത്രമേനി പ്രശ്നം. ഇതിൻ്റെ പേരിൽ അദ്ദേഹം സുറിയാനി സമുദായത്തിൻ്റെ കണ്ണിലുണ്ണിയായിരുന്ന നിധിയിരിക്കൽ മാണിക്കത്തനാരോട് വൈരാഗ്യബുദ്ധിയോടുകൂടി പെരുമാറുവാനും ഇടയായി.